മന്ത്രിമാരിൽ പലരും ഒഴിവാക്കിയ 13ാം നമ്പർ കാർ ചോദിച്ചു വാങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിക്ക് നേരത്തെ നൽകിയ 9ാം നമ്പർ കാർ രമേശ് ചെന്നിത്തലയ്ക്ക് അനുവദിച്ചു. അശുഭകരമായ നമ്പർ എന്ന അന്ധവിശ്വാസം 13ാം നമ്പറിനെ ചൊല്ലി ചിലർക്കിടയിലുണ്ട്. അധികാരമേറ്റ ദിവസം തന്നെ മന്ത്രിമാർക്കെല്ലാം നമ്പറായിരുന്നു. എന്നാൽ 13ാം നമ്പർ കാർ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല. 13 അശുഭമാണെന്ന് കരുതുന്നില്ലെന്നും ഏത് നമ്പറായാലും താൻ സന്തോഷവാനാണെന്നും കെ.എം. ഷാജി പ്രതികരിച്ചു. എന്ത് പ്രതികരണവും ഒരു നമ്പർ ഒരു പാവ നമ്പറല്ലേ, അതിന് മോശമല്ലേ, അതിന് മാത്രം അങ്ങനെ അത് ടെമ്പററി ആണ്. ആ നമ്പർ അവ കിട്ടില്ല. 9 എന്ന നമ്പർ ആയാലും ഞാൻ ഹാപ്പി ആയിരുന്നു, 13 ആയാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് 13 ചോദിച്ചു നോക്കുമ്പോൾ അതാരും എടുക്കണില്ലായിരുന്നു. ആ നമ്പർ എനിക്ക് മതി പറഞ്ഞു. അടുത്ത പ്രാവശ്യം മന്ത്രി ആവുന്നതിനാണ്. ഒരു പ്രാവശ്യം ജയിക്കണം തന്നെ എന്താ കാര്യമുള്ളത്? ഞാനും 2 തവണ അയച്ചിട്ട് പ്രാവശ്യം തോറ്റുമില്ലേ? അത് 13 നമ്പർ എടുത്തില്ല. ഇനിയിപ്പോ ഈ ഇഷ്ടപ്പെട്ട നമ്പർ എടുത്ത് നമ്മള് മരിച്ചുപോയില്ലേ? അയ്യേ, അങ്ങനത്തെ ഒരു വിശ്വാസമില്ല, അന്തമില്ല, എന്തോയില്ല, ഒന്നുമില്ല. അല്ല ഞാൻ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് 13നോട് ഒരു താല്പര്യം? അല്ല, എന്താ അറിയോ, ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നൊക്കെ വിശ്വാസം. എന്റെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞു, ഞാൻ കുറെ ബുദ്ധിമുട്ടായതാണല്ലോ, ഇനിയൊന്നും വരാനില്ല. പൊതുവെ ആളുകൾക്കൊക്കെ മടിയുണ്ട്, ആരും സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയില്ലേ? അത് എനിക്കങ്ങനെ ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഒരു നമ്പർ ഞാൻ കുറെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തിനാണ് നമ്മളങ്ങനെ എടുത്തു, അത്രേ ഉള്ളൂ. ഒരു പാവം നമ്പർ. അങ്ങനെയൊന്നുമില്ലപ്പാ, അതൊന്നും അല്ല, അങ്ങനെ ഒരു വലിയ വിപ്ലവം ഒന്നുമല്ല. ആ നമ്പർ ഞാൻ അങ്ങ് എടുത്തു ചോദിച്ചു, അപ്പൊ അതാരും എടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുക്കാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് വലിയ വിപ്ലവം ഒന്നുമല്ല. അനുഭവിക്കേണ്ട പരമാവധി പിണറായി സർക്കാർ അല്ല, വരികയാണെങ്കിൽ അന്ന് 13 നമ്പർ എൻ്റെ അടുത്ത് ഇല്ലല്ല. പിന്നെ പറയണത് ഞാൻ തോറ്റു പോയിരുന്നല്ല, 2 തവണ തോറ്റതായിരുന്നു, 13 എടുത്തിട്ടല്ലോ തോറ്റ്. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ കാണില്ല അങ്ങനത്തെ സാധനം. പൊതുവെ ഇത്തരം വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ഈ 13നോടുള്ള അന്ധവിശ്വാസം. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തുന്ന ആളാണോ? അങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ നിൽക്കാൻ വിശ്വാസമല്ലേ. നമുക്ക് വേറെ കുറെ കാര്യം, മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്കങ്ങനെ പൊതുവെ ഇല്ല. കഴിഞ്ഞ UDF മന്ത്രിസഭയിലൊക്കെ അങ്ങനെ ആരും എടുത്തിരുന്നില്ല ഈ നമ്പർ. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് എടുത്തിരിക്കണത് വേറെ ആൾ എടുക്കാതെ ഒരു വലിയ വിപ്ലവകാരിയാവാനോ അങ്ങനൊന്നല്ല. ആ നമ്പർ ഒരു സാധുവായിട്ടാണ് കിടക്കുന്നുണ്ട്, ആരും എടുക്കില്ലായിരുന്നു. ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. സിമ്പിൾ. കഴിയട്ടെ, താങ്ക് യു. പക്ഷേ ആ നമ്പറിൽ പോയാൽ നമുക്ക് ആക്സിഡന്റ് ആവില്ലേ? അപ്പോൾ വേറെ ആർക്കും ആക്സിഡന്റ് ആവില്ല എന്നാ. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്താ പറയുക അറിയോ, 13 എടുത്തിട്ട് അറിയും. ഇപ്പം തന്നെ ഞാൻ 13 എടുത്തിട്ട് ഇപ്പം വരാൻ വൈകിയത് എന്താ വെച്ചാൽ ആ നമ്പറിൻ്റെ ബോർഡ് മാറ്റാൻ വേണ്ടിയിട്ട് സമയം വൈകി. അപ്പോൾ പറയും കണ്ടില്ലേ ആഭാഷകൂരം എന്ന് പറയില്ല. അങ്ങനെയൊക്കെയാണ് അതിലെ കാര്യം. എനിക്കതിലൊന്നും കാര്യം തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു.